പറഞ്ഞു ചെയ്യിപ്പിക്കണോ? പ്രായം ഇത്രയായില്ലേ, നോക്കി കണ്ട് ചെയ്തൂടെ? ചിലപ്പോ തിരക്കിനിടയിൽ അവള് മറന്നു പോകുന്നതായിരിക്കും. താവൊന്ന് ഓർമ്മിപ്പിച്ച പ്രശ്നം തീരില്ലേ? ഇനിയിപ്പൊ അങ്ങനെ ചെയ്യാൻ തന്നെയാ എന്റെ തീരുമാനം. പക്ഷേ വിദ്യയുടെ കാര്യത്തില് മനോജേട്ടൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അല്ലാതെ പറ്റില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയണ്ട. വിദ്യയിലെ മാറ്റങ്ങൾ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. സത്യത്തിൽ ഞാൻ മോളോട് കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് സംസാരിച്ചതാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവള് തന്നോടോ എന്നോടോ പറയും. നമ്മൾ എതിർക്കൂന്ന് കരുതി മറച്ചാലോ? അങ്ങനെയൊന്നും ചെയ്യില്ല. സ്വന്തം മക്കള് തെറ്റിയില്ലാന്ന് എല്ലാ അച്ഛനമ്മമാർക്കും ഒരു വിശ്വാസം ഉണ്ടാവും. അത് വെറുതെ. എല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് വിദ്യക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങണം. കല്യാണം ആലോചിക്കാനോ? അതെ, നല്ലൊരു ബന്ധം നോക്കി എല്ലാം ഉറപ്പിച്ചു വെക്കാം. ശരി മനോജേട്ടാ, ഞാൻ ഈ പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കണേ. മനസ്സിലായെന്ന് താനൊന്ന് സമാധാനിക്കേ. എടാ, നമുക്ക് പരിഹാരം ഉണ്ടാകാമെന്നേ. ശരി, എന്നാ ഞാൻ ആ പാത്രം എല്ലാം കഴുകി വെച്ചിട്ടുണ്ടോ നോക്കിട്ട് വരാം. ശരി, പോയി നോക്കിട്ടോ. ചെല്ലേ. അഭിരാമി ആവശ്യപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ചു. എല്ലാവരോടും ഞാൻ അവരുടെ അഭിപ്രായവും ചോദിച്ചു. അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കുക. മാധവിയുടെ തീരുമാനം എന്തായാലും അതെല്ലാവരും അംഗീകരിക്കണം. ഞാനത് അമ്മയോട് പറഞ്ഞതാ. അമ്മ എന്ത് തീരുമാനം എടുത്താലും എനിക്കതിന് സമ്മതമാണ്. ഇങ്ങനൊരു ആവശ്യം പറഞ്ഞത് അബിയ. അതുകൊണ്ട് അമ്മയുടെ തീരുമാനം ബാധിക്കാൻ പോകുന്നതും അബിയെ മാത്രമാണ്. എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു എന്ന് കരുതി അമ്മ എടുക്കുന്ന തീരുമാനം എനിക്ക് അനുകൂലമല്ലെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും പോകുന്നില്ല. മീര ഇതിന്റെ ഭാഗമല്ലെന്ന് സ്വയം തീരുമാനിച്ചാണോ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാനിവിടെ എന്തു പറയാൻ ആന്റി? മീരയ്ക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടാ ഈ അവസ്ഥ വരെ എത്തിയത്. അതെന്താ അഭിശേഷി അങ്ങനെ പറഞ്ഞത്? ഈ വീട്ടിലെ എല്ലാവരുടെയും നന്മയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും ചേച്ചി ഇങ്ങനെ പറയുന്നത് വലിയ കഷ്ടം. ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരുന്നത് വലിയ വേദനയോ? നീ കുറ്റം ചെയ്യാതെയാണോ ചെയ്തിട്ടാണോ പഴി കേൾക്കുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അബി, മീര എന്ത് കുറ്റം ചെയ്യുന്ന നീ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് വരുന്നത്? മതി, നിർത്ത്. ഈ വീട്ടിലെ ഇത്തരം വഴക്കുകളും സംസാരങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തയ്യാറായത് തന്നെ. ദേവേട്ടനും ഞാനുമെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ കമ്പനി ഇന്നത്തെ നിലയിലെത്തിയത്. ഇനി അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അവകാശപ്പെട്ടതാ. അതുകൊണ്ട് കമ്പനിയും പ്രോജക്റ്റുകളും അതിന്റെ മൂല്യമനുസരിച്ച് നിങ്ങൾക്ക് വീതിച്ചു തരാനാ എന്റെ തീരുമാനം. മാധവി വിഘ്നേഷിന്റെ അഭിപ്രായം ചോദിച്ചിരുന്നോ? ഓ, ഇപ്പോഴെങ്കിലും അത് ചോദിക്കാൻ ആന്റിക്ക് തോന്നിയല്ലോ. അല്ലെങ്കിൽ മീരയുടെ കാര്യം മാത്രമല്ലേ ആന്റി പറയാറുള്ളൂ. എന്റെ അഭിപ്രായം തന്നെയാ അഭി പറയുന്നത്. ഞങ്ങൾക്കങ്ങനെ രണ്ടഭിപ്രായം ഇല്ല ആന്റി. അതെ, അമ്മ ബാക്കി പറയട്ടെ. അതിനിടയിൽ ഇനി വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട. കമ്പനി വീതം വെക്കുമ്പോൾ ദേവാ ബിൽഡേഴ്സ് എന്ന പേരിന്റെ അവകാശം അഭിക്ക് വേണമെന്നാ അഭി ആവശ്യപ്പെട്ടത്. ആ പേരിന് നമ്മുടെ പല പ്രോജക്റ്റുകളെക്കാളും മൂല്യമുണ്ട്. അതുകൊണ്ട് ആ പേര് അഭിക്ക് നൽകുമ്പോൾ അതേ മൂല്യം കണക്കാക്കിയുള്ള പ്രോജക്റ്റുകൾ ആദർശിന് നൽകാനാണ് എന്റെ തീരുമാനം. കേരളത്തിലുള്ള പ്രോജക്റ്റുകളും കമ്പനിയുടെ ടൈറ്റിലും അഭിക്ക്. ബാക്കി എല്ലാ പ്രോജക്റ്റുകളും
ആദർശിന് നൽകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലാർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. എന്റെ വാക്കിന് വ്യത്യാസമൊന്നുമില്ല, എനിക്ക് സമ്മതമാ. ഞാൻ ചോദിച്ചത് അമ്മ എനിക്ക് തന്നു. പിന്നെ കുറച്ച് പ്രോജക്റ്റുകൾ കൂടുതലായി ആദർശിന് കൊടുത്തു. അത് സാരമില്ല. എന്നേക്കാൾ കൂടുതൽ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുള്ള ആളാണ് ആദർശ്. ഹി ഡിസർവ് ഇറ്റ്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റൂ. മാധവിയുടെ തീരുമാനം നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തരായ കുട്ടികളെ അവരുടെ വഴിക്ക് സ്വതന്ത്രരായി ജീവിക്കാൻ അനുവദിക്കുന്നത് തന്നെയാണ് നല്ലത്. മാധവി കമ്പനിയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ആദർശും അഭിയും അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടത്തട്ടെ. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കമ്പനിയുടെ ഈ വീതം വെപ്പ് ഞാൻ നടത്തിയത് എന്റെ പൂർണ്ണമായ മനസ്സോടെയും സമ്മതത്തോടെ ഒന്നുമല്ല. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തെന്നേ ഉള്ളൂ. ഒന്നിന്റെ പേരിലും എന്റെ മക്കൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ദേവേട്ടന്റെ ആത്മാവും നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ മാത്രമേ ആഗ്രഹിക്കൂ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടിയതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇനി എന്തു ആകാമെന്ന് സുഭദ്രേച്ചി പറഞ്ഞതുപോലെ കമ്പനിയുടെ കാര്യത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്യാൻ ഞാൻ വരില്ല. പക്ഷേ എന്റെ കാലം കഴിയുന്നതുവരെ നിങ്ങൾ രണ്ടുപേരും കുടുംബത്തോടൊപ്പം ഇവിടെ എന്റെ ഒപ്പം ഉണ്ടാകണമെന്നാ എന്റെ ആഗ്രഹം. അത് നിങ്ങൾ ചെയ്തേ പറ്റൂ. അതിന് സമ്മതമാണെങ്കിലേ ഈ പാർട്ടീഷൻ ലീഗലി നടക്കൂ. എനിക്കതിന് എതിർപ്പൊന്നുമില്ല. ഞാനും വിഘ്നേഷ് ചേട്ടനും ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ലമ്മേ. അഭി പറഞ്ഞതെല്ലാം അമ്മ അംഗീകരിച്ചു. അഭിക്ക് വേണ്ടതെല്ലാം അമ്മ കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം ഇപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അഭിക്ക് വേണ്ടി മാത്രമാണ്. മീരയോട് എന്നോടും വഴക്കുണ്ടാക്കുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും അഭി തന്നെയാ. ഇനിയും ഇതെല്ലാം സഹിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ തുടരണമെന്ന് പറഞ്ഞാ അതിലെന്ത് ന്യായമുള്ളത്? ആദർശേ, മാധവി പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തതുപോലെയാ ആദർശ് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആദർശേട്ടാ, വേണ്ട, ആരും ഒന്നും പറയണ്ട. ഞാനിത് അംഗീകരിക്കില്ല. എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം. ഇനിയും വഴക്കും പ്രശ്നങ്ങളും സഹിച്ച് ഇവിടെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. ആദർശിന്റെ പറച്ചിൽ കേട്ടാ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി ഞാനാണെന്ന് തോന്നുമല്ലോ. ഒരു തർക്കത്തിനോ അടുത്ത വഴക്കിനോ ഞാനില്ല. ഇത് നടക്കില്ല. ആദർശേട്ടാ, ആദർശേട്ടാ, ഞാനൊന്ന് പറയട്ടെ. വേണ്ട മീര, താനിതിൽ ഇടപെടാൻ നിൽക്കണ്ട. അഭി പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിച്ചു. അതും താൻ പറഞ്ഞിട്ടാ എന്റെ മനസ്സ് ആ രീതിയിലേക്ക് എത്തിയത്. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഈ വീട്ടിൽ അഭിയെ ദിവസവും ഫേസ് ചെയ്തുകൊണ്ട് രണ്ട് കമ്പനിയുടെ മത്സരമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഭാവിയിൽ പല പൊട്ടിത്തെറികൾക്കും കാരണമാവും. ആദർശേട്ടൻ പറയുന്നത് ശരിയാ. പക്ഷേ അമ്മയുടെ ഭാഗത്തുനിന്ന് കൂടി ആദർശേട്ടൻ ഒന്ന് ചിന്തിക്കണം. എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഞാൻ ചിന്തിക്കണമെന്നും അവർക്കെല്ലാം വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്നും താൻ വാശി പിടിക്കുന്ന എന്തിനാ? എന്റെ ഭാഗത്തു നിന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നില്ലല്ലോ. ഈ പറയുന്ന അമ്മ പോലും ചിന്തിക്കുന്നില്ല. അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത്രയൊക്കെ വിട്ടുകൊടുക്കാൻ തയ്യാറായത്. ഈ കമ്പനി ഇന്ന് കാണുന്ന നിലയിലെത്താൻ ഇത്രയും കാലത്ത് എന്റെ ജീവിതം ഞാൻ ആത്മാർത്ഥമായിട്ട് സമർപ്പിച്ചതാ. എന്നിട്ടും അതിലൊരവകാശവും പറയാതെ അഭിക്ക് ഞാൻ വിട്ടുകൊടുത്തില്ലേ? ഇനി ഈ വീട്ടിൽ ദിവസവും അഭിയുടെ മുഖവും കണ്ട് കുത്തുവാക്കുകളും കെട്ടി ജീവിച്ച നമ്മുടെ അവസ്ഥ സ്റ്റക്കായ ഒരു പ്രഷർ കുക്കറിൽ കിടന്ന് തിളയ്ക്കുന്നത് പോലെയായിരിക്കും. അതിന്റെ പരിധി കഴിയുമ്പോ ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കും. അതോടെ ബന്ധങ്ങളെല്ലാം തകരുകയും ചെയ്യും. അതാണോ നിങ്ങൾക്കൊക്കെ വേണ്ടത്? ആദർശേട്ടൻ, ഞാൻ പറയുന്നത് സമാധാനത്തോടെ ഒന്ന് കേൾക്കണം. ആദ്യം ഒന്ന് ഇരിക്കുക, ഞാനൊന്ന് പറയട്ടെ. വേണ്ട മീര, എനിക്ക് തന്റെ സാരോപദേശമൊന്നും കേൾക്കാൻ പറ്റിയ മൂടല്ല. ഞാൻ ആകെ ഭ്രാന്തെടുത്ത് നിൽക്കുക. സഹിച്ച് മടുത്തു. ഇനി ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല. നമുക്കിവിടുന്ന് പോവാം.
നമ്മുടെ എത്രയോ ഫ്ലാറ്റുകളും വില്ലകളും വെറുതെ കിടക്കുന്നു. അതിൽ ഏതിലെങ്കിലും പോയി സ്വൈര്യമായിട്ടും താമസിക്കാമല്ലോ. അമ്മയ്ക്ക് മക്കളോടൊപ്പം നിൽക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഒരാഴ്ച നമുക്കൊപ്പം ഒരാഴ്ച അബിക്കൊപ്പം വന്ന് നിൽക്കട്ടെ. അതൊന്നും ശരിയല്ല ആദർശേട്ടാ. നമ്മൾ അതൊക്കെ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും നാട്ടുകാർ പറയുന്ന എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. വിവാഹം കഴിഞ്ഞപ്പോ ആദർശന്റെ സ്വഭാവം മാറിയെന്നും വീട്ടുകാരുമായിട്ട് വഴക്കിട്ട് ഭാഗം വാങ്ങി മാറി താമസിച്ചെന്നും ആയിരിക്കില്ലേ പറയുന്നത്? താൻ എന്തിനാ മീര ഇങ്ങനെ നാട്ടുകാർ പറയുന്നതിനെ ഭയപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത്? ഇത് നമ്മുടെ ജീവിതമാണ്. സ്വസ്ഥതയും സമാധാനം ഉണ്ടെങ്കിലേ ജീവിതത്തിന് അർത്ഥമുള്ളൂ, മുന്നോട്ട് ജീവിക്കാൻ തോന്നുള്ളൂ. അതെല്ലാം നാട്ടുകാർക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ച് ഈ തീച്ചൂളെ കൊടുത്ത് വെന്തുരുകാൻ എനിക്ക് വയ്യ. ആദർശേട്ടാ, ഇതിന്റെ എല്ലാം പഴി എന്റെ തലയിൽ വന്ന് വീഴും. മനസ്സിൽ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ ഇവിടെ സംഭവിക്കുന്നത്. സന്തോഷത്തോടെ കഴിഞ്ഞൊരു നല്ല കുടുംബത്തെ വന്നു കയറിയ പെണ്ണ് നശിപ്പിച്ച് 4 വഴിക്കാക്കി എന്ന് എല്ലാവരും പറയും. അത് കേൾക്കാൻ എനിക്ക് വയ്യ. ഇവിടുത്തെ സ്വത്തും പണവും ഒന്നും എന്നെ മോഹിപ്പിച്ചിട്ടില്ല. പിന്നെ കമ്പനി, അതിന്റെ പേര് ചേച്ചിക്ക് കൊടുത്തു എന്ന് കരുതി നമ്മൾ ഇത്ര ടെൻഷൻ ആവുന്ന എന്തിനാ? നമ്മളെല്ലാം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതല്ലേ? അതിനൊന്നിനും ഞാൻ എതിർപ്പ് പറഞ്ഞില്ലല്ലോ മീര. ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. അതെ, പക്ഷെ ഇവിടെ താമസിക്കുന്നോണ്ട് ഇനി എന്താ പ്രശ്നം? അഭിചേച്ചിയുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു. ഇനി നമ്മളോട് ആവശ്യപ്പെടാൻ ഒന്നും തന്നെയില്ല. ക്ലാഷുകൾ ഉണ്ടാവാൻ കമ്പനി കാര്യങ്ങളും ഇല്ല. പിന്നെന്താ പ്രശ്നം? അതൊക്കെ തനിക്കിപ്പോ വെറുതെ തോന്നുന്നതാ. ഒരുമിച്ചാണ് താമസിക്കുന്നതെങ്കിൽ വഴക്കുണ്ടാക്കാനുള്ള കാരണങ്ങൾ അഭി കണ്ടുപിടിച്ച് വഴക്കുണ്ടാക്കിക്കോളും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും. ഇവിടെ ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുക. ഇനി നമ്മൾ മാറി താമസിച്ചാ അകൽച്ച കൂടി ബന്ധങ്ങൾ പിരിയേ ഉള്ളൂ. ആദർശേട്ടാ, അതേസമയം ഇവിടെ തന്നെയാണെങ്കിൽ പതിയെ പതിയെ പ്രശ്നങ്ങളെല്ലാം മാറി വീണ്ടും ഒന്നാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാ നമ്മൾ ഇവിടെ തന്നെ നിൽക്കണമെന്ന് അമ്മ പറയുന്നത്. താൻ ഇത് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതെന്ന് എനിക്കറിയാം. മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ മാറി താമസിച്ചാലാണ് വീണ്ടും അടുക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നത്. ഇവിടെ തന്നെയാണെങ്കിൽ അതൊരിക്കലും സംഭവിക്കില്ല. അങ്ങനെയല്ല ആദർശേട്ടാ, നമ്മളെക്കാളൊക്കെ ബുദ്ധിയും ദീർഘവീക്ഷണവും അമ്മയ്ക്കുണ്ട്. ഒന്നും കാണാതെ അമ്മ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടില്ല. ഇപ്പോ അഭിചേച്ചിയുടെ വാശി ഇല്ലാതാക്കാനാ അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഭാവിയില് കാര്യങ്ങൾ എങ്ങനെയൊക്കെ മാറി മറിയുമെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. പിന്നെ ഈ സമൂഹത്തിൽ ഈ കുടുംബത്തിനൊരു നിലയും വിലയൊക്കെ ഉണ്ട്. അതില്ലാതാവുന്ന കാര്യങ്ങൾ വീട്ടിനുള്ളിൽ സംഭവിച്ചാൽ മറ്റുള്ളവർ അറിയാതെ നോക്കേണ്ട ബാധ്യത വീട്ടിലെ എല്ലാവർക്കും ഉണ്ട്. അത് മറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. ആദർശൻ അഭിചേച്ചിക്ക് എല്ലാം വിട്ടുകൊടുത്തത് ഞാൻ പറഞ്ഞതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചിന്ത ആദർശന്റെ മനസ്സിലുള്ളതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത്. പൂർണ്ണ മനസ്സോടെയാണ് ആദർശൻ എല്ലാം വിട്ടുകൊടുത്തതെങ്കിൽ മനസ്സിൽ സമാധാനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ഇവിടുന്ന് മാറി താമസിച്ചാ ഒരിക്കലും ആദർശന്റെ ഉള്ളിലെ ദേഷ്യം തീരില്ല. അതെന്നും നേറി നേറി വാശിയും വൈരാഗ്യമായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് അഭിചേച്ചിക്ക് കൊടുത്തതെല്ലാം പൂർണ്ണ മനസ്സോടെയാണെന്ന് അംഗീകരിച്ച് അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ തന്നെ താമസിക്കണം. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് കുടുംബം കൂടി പിരിയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് അമ്മ പറയുന്ന അനുസരിക്കണം. ശരി, താൻ പറയുന്നത് ഞാൻ അനുസരിക്കാം. പക്ഷേ ഇത് തൻ്റെ തീരുമാനമാണ്. ഇനി ഇതിന്റെ പേരിൽ അഭി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. സമ്മതിച്ചു. ഈ കുടുംബം പിരിയാതിരിക്കാൻ വേണ്ടി എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാ. ശരി, താമ്പ അമ്മയോട് നമ്മൾ മാറുന്നില്ല എന്ന് പറഞ്ഞേക്കാം. എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ തന്നോട് പറയാ, ഇത് അപകടത്തിലേക്കുള്ള യാത്രയാണ്. ഒഴിവാക്കാമായിരുന്ന പ്രശ്നങ്ങൾക്കാണ് നമ്മൾ അവസരം കൊടുക്കുന്നത്. ഇതിന്റെ പേരിൽ വലിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഇല്ല ആദർശേട്ടാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എല്ലാം നല്ലതിനാ. പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിയും. ഇതെല്ലാം മാറി സന്തോഷത്തോടെ എല്ലാവരും ഒന്നിച്ച് ഈ വീട്ടിൽ താമസിക്കും. ആദർശേട്ടമ്മ.
അഭി അവളുടെ കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ ആദർശിനും അവന്റേതായ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. അതിന്റെ പേരിൽ നീ അസ്വസ്ഥയായിട്ട് കാര്യമൊന്നുമില്ല അഭി. ആദർശ് ഉടക്കിയത് കൊണ്ട് അബിയുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമെന്നുള്ള ടെൻഷനാണ് അബിക്ക്. അതെ, അത് തന്നെയാ പ്രശ്നം. അമ്മ പറയുന്നതിനെല്ലാം സമ്മതമാണെന്ന് പറഞ്ഞു നിന്നിട്ട് അമ്മ തീരുമാനിച്ച കാര്യങ്ങളൊന്നും നടക്കാത്ത രീതിയിൽ അവസാനം ആദർശ് എത്തിച്ചില്ലേ? ആദർശം മീരിയം വരുന്നുണ്ട്. നിങ്ങൾ തിരിച്ചു വന്നത് നന്നായി. ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു. എല്ലാ വീട്ടിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. അതെല്ലാം വീടിനുള്ളിൽ തന്നെ തീരണം. ഇവിടെ കുടുംബം പിരിയാതിരിക്കാൻ വേണ്ടിയാ മാധവി വേദനയോടെയാണെങ്കിലും ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും മാധവിയുടെ കൂടെ തന്നെ നിൽക്കേണ്ടതാണ്. അത് തന്നെയാണ് മീരിയം പറയുന്നത്. ഇനി ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം വേണ്ട. എങ്കിലും അബിയുടെ സ്വഭാവം വെച്ച് പ്രശ്നങ്ങൾ അവസാനിക്കാൻ ഈ തീരുമാനത്തിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അതെന്താ ആദർശ് അങ്ങനെ പറഞ്ഞത്? അബിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്റെ സ്വഭാവം അറിയാൻ വേണ്ടിയിട്ടാണോ ഇത്രയും നേരം ഭാര്യയോട് പോയി സംസാരിച്ചിട്ട് വന്നത്? ഭാര്യ പറഞ്ഞപ്പോഴാണല്ലോ ആദർശിന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടായത്. മീരയ്ക്ക് വേണ്ടത് ഈ വീട്ടിലെ സ്വത്തുക്കളും പണവും ഒക്കെയാ. ഇവിടുന്ന് പോയാ പിന്നെ ഈ വീടും കൂടി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം മീരയ്ക്കുണ്ടാവും. അതാണിപ്പോ നിന്നെ ഉപദേശിച്ച് മനസ്സൊക്കെ മാറ്റി തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ല. ഈ വീട്ടിലേക്ക് വന്നു കയറിയ പെൺകുട്ടി എന്ന നിലയ്ക്ക് ഈ കുടുംബം പിരിയാതെ നോക്കേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്വമാണെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാ. അമ്മയുടെ തീരുമാനത്തെ അനുകൂലിക്കണമെന്നും ഇവിടെ നിന്ന് പോകാൻ പാടില്ല എന്നും ഞാൻ ആദർശനോട് പറഞ്ഞത്. കുടുംബത്തിന്റെ നന്മ മാത്രം മനസ്സിൽ കണ്ടാണ് അമ്മ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിന് അമ്മയ്ക്കൊപ്പം നിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഈ കാര്യം ആദർശിനെ പറഞ്ഞു മനസ്സിലാക്കി തിരികെ കൊണ്ടുവന്നത് നല്ല കാര്യമാ. അതിന് മീരെ അഭിനന്ദിക്കുക വേണ്ടത്, അല്ലാതെ വെറുതെ കാരണമില്ലാതെ കുറ്റം പറയുകയല്ല വേണ്ടത്. ഞാൻ സത്യം പറയുമ്പോ അതെല്ലാം കുറ്റമായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നത് എന്താ? അബി, ആദർശ് ഇപ്പൊ എല്ലാത്തിനും സമ്മതിച്ചെന്നല്ല പറയുന്നത്. പിന്നെ എന്തിനാ വെറുതെ ആർഗ്യുമെന്റ്സ്? അബിക്ക് അങ്ങനെ എല്ലാം കിട്ടിയാലും വെറുതെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ അബിക്ക് കിടന്നുറക്കാൻ പറ്റില്ല എന്നാ തോന്നുന്നത്. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാ ഇനി ഇവിടെ താമസിച്ചാ വഴക്കുകൾ ഉണ്ടാവുന്ന ഞാൻ പറയുന്നത്. വെറുതെ വഴക്കുണ്ടാക്കാൻ എനിക്കെന്താ വട്ടാണോ? ഇനി ഓരോന്നും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ പുതിയൊരു വഴക്ക് വേണ്ട. ആദർശന്റെ തീരുമാനം അംഗീകരിച്ചല്ലോ. ഇനിയെല്ലാം ആ വഴിക്ക് നടന്നോളും. അബിക്ക് കമ്പനിയുടെ പേരും കേരളത്തിലുള്ള ബാക്കി പ്രോജക്റ്റുകളും സന്തോഷത്തോടെ സ്വീകരിക്കാം. ആ, അപ്പോ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമായല്ലോ. ഇനിയിപ്പോ അതിന്റെ ഒരു സംസാരം വേണ്ടല്ലോ. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വീട്ടിലുള്ളവർ പരസ്പരം സംസാരിക്കാതിരിക്കുന്നതല്ല അതിനുള്ള പരിഹാരം. എന്തു പ്രശ്നമാണെങ്കിലും അത് സംസാരിച്ച് തീർക്കാൻ കഴിയണം. അതാണ് ശരി. എല്ലാവരും സന്തോഷത്തോടെ ഒരു വീട്ടിൽ കഴിയുമ്പോഴാ സമാധാനവും ഐശ്വര്യവും ഉയർച്ചയൊക്കെ ഉണ്ടാവുന്നത്. വലിയ വഴക്കുകൾ ഉണ്ടാവുന്നതും കുടുംബം പിരിയുന്നതൊക്കെ അങ്ങനെ താമസിക്കുമ്പോൾ തന്നെയാ. ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കണ്ട. എന്തു പ്രശ്നം ഉണ്ടായാലും അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാം. വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, അങ്ങനെ സംഭവിക്കണ്ടേ? ഇനി ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. വിഘ്നേഷേട്ടൻ വാ. എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടാ ഇത്രയൊക്കെ ചെയ്തത്. നീ ഇതൊന്നും വെറുതെ ആവാതിരുന്നാ മതിയായിരുന്നു. ഞാൻ പാടും. ആദർശ് പറയുന്നതിൽ കാര്യമുണ്ട് മാധവി. എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നതാ നല്ലതെന്ന് അവരുടെ മുൻപിൽ വെച്ച് ഞാൻ പറഞ്ഞെങ്കിലും അതൊരു നല്ല തീരുമാനമാണോ? അബിയും ആദർശും തമ്മിൽ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇനിയും വഴക്കുകൾ ഉണ്ടാകില്ലേ? എന്റെ കൺവട്ടത്തുള്ളപ്പോ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും ചേച്ചി.
അധികം താമസിയാതെ തന്നെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഞാൻ അവസാനിപ്പിക്കും. അതിനുള്ള അവസരം ഈശ്വരൻ എനിക്ക് തരാതിരിക്കില്ല.